പ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ 8 ദിവസത്തിൻ്റെ ശബരിമലയിലെ വരുമാനം പുറത്തു വന്നിട്ടുണ്ട്. 55 കോടി രൂപയിലേക്ക് റെക്കോർഡ് വരുമാനവുമായിട്ട് നിൽക്കുകയാണ്. ഭക്തർ അകമഴിഞ്ഞ് ഭഗവാന് കൊടുത്ത കാണിക്കയും അപ്പത്തിൻ്റെ പൈസയും അരവണയുടെ കാശും ഭണ്ഡാര നിക്ഷേപത്തിൻ്റെ എണ്ണവും എല്ലാം കൂടിയാണ് 55 കോടി രൂപ. ഇത് കഴിഞ്ഞ 8 ദിവസത്തെ വരുമാനം മാത്രമാണ്. ശബരിമലയിൽ കോടാനുകോടി രൂപയുടെ കണക്കെടുക്കാൻ പറ്റാത്തത്ര കോടാനുകോടി രൂപയുടെ വസ്തുവകകൾ ഉണ്ടെന്നിരിക്കെ, ഇവയൊന്നും സുരക്ഷിതമല്ല എന്നിരിക്കെ, അതിന് പാവപ്പെട്ട പോറ്റിമാരിനിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവരും വാസുവിനെ പോലെയുള്ളവരും പത്മകുമാറിനെ പോലെയുള്ളവരും ഇനി അങ്ങോട്ട് മുന്നിലേക്ക് ഇനിയും വരാനിരിക്കുന്ന മഹത് വ്യക്തികളെല്ലാവരും ഉണ്ടെന്നിരിക്കെ, നമ്മളീ കൊണ്ടുകൊടുക്കുന്ന ഓരോ 55 കോടി രൂപയും 55 പേരിലേക്ക് വീതം വെച്ച് പോകില്ല എന്ന് ഒരു ഹിന്ദുവിനും ഉറപ്പ് പറയാൻ കഴിയില്ല, ഒരു സംഘടനയ്ക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. ഇത്ര വലിയ ഒരു കൊള്ള, ലോകം ഞെട്ടി നിൽക്കുന്ന ഇത്രയും വലിയ ഒരു കൊള്ള, ഇത്രയും വലിയ ഒരു സാമൂഹ്യ വിപത്തുണ്ടാക്കുന്ന എണ്ണങ്ങൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു. ഇതിൻ്റെ അലയൊലികൾ കടന്നെത്തി പോകുന്നത് ഓരോ രാഷ്ട്രീയത്തിൻ്റെയും പിൻബലം പറ്റിയിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുമായിട്ടാണ്. കേരളത്തിൽ നിന്ന് ഇത്ര താഴേക്കിടയിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുക്കുന്ന ചരട് വാങ്ങി കെട്ടേണ്ട ഗതികേട് സോണിയാഗാന്ധിയെ പോലെ ഉള്ള ഒരു ഹിന്ദുമത വിശ്വാസി അല്ലാത്ത ഒരു സമുന്നത നേതാവിന്, ഒരു ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ട ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും മരുമകനും അതേപോലെ തന്നെ അനിയത്തിക്കുമെല്ലാം പഴയ സാധനങ്ങളുടെ വിൽപ്പനയും അതിൽ 3ഉം 4ഉം ഇൻ്റർനാഷണൽ ലെവലിലുള്ള കടകളും സംവിധാനങ്ങളും എല്ലാം പിന്നിലുള്ളപ്പോൾ ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്താനായിട്ട് ഇവിടുത്തെ MP-മാർ 2 പേര് വേറെ. ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന സമയങ്ങളിലേക്കാണ് വീണ്ടും ഭക്തജനങ്ങളായ നമ്മളെപ്പോലെ പാവങ്ങൾ അയ്യപ്പൻ്റെ മുന്നിൽ കാണിക്കയായി കൊണ്ടിടുന്നത്. വീണ്ടും ഒരു 55 കോടി. ഇത് ഈ മണ്ഡലമാസം കഴിയുമ്പോഴേക്കും എത്ര കോടിയാകുമെന്ന് ഭഗവാന് മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് ഈ 55 കോടി സുരക്ഷിതമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇനിയും വരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഭഗവാന് കാണിക്ക സമർപ്പിക്കും. പക്ഷേ ഒരു സുരക്ഷിതവുമില്ലാത്ത ശബരിമലയിലേക്ക്, ഒരു സൗകര്യവുമില്ലാത്ത ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ വീണ്ടും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ആൾ മാത്രമാണ് ഉത്തരവാദി, ഒരാൾ മാത്രമാണ് ഇതിനെ നോക്കാനും കാര്യങ്ങൾക്കും ചെയ്യാനും അറിയാവുന്നത്, സ്വാമി മാത്രം. സ്വാമിയേ ശരണമയ്യപ്പ.